കൊച്ചി മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ച സ്ഥലത്ത് അമിക്കസ് ക്യൂറി പരിശോധന നടത്തി. സ്ഥലത്തെ നിർമ്മാണ സാധ്യതകൾ പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കും. സുപ്രീംകോടതി നിർദ്ദേശപ്രകാരമാണ് പരിശോധന. അമിക്കസ് ക്യൂറി മരട് നഗരസഭ അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി. CRZ നിയമലംഘനത്തെ തുടർന്ന് 2020-ലാണ് മരടിൽ ഫ്ളാറ്റുകൾ പൊളിച്ചത്. മരടിൽ പൊളിച്ച ഫ്ളാറ്റുകൾ നിലനിന്ന സ്ഥലത്ത് ഇനി എത്രത്തോളം നിർമ്മാണം അനുവദിക്കാം എന്നതിനെ സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറാൻ സുപ്രീംകോടതി നിർദ്ദേശം നൽകിയതിനെ തുടർന്നാണ് മരട് കേസിലെ അമിക്കസ് ക്യൂറി ഗൗരവ് അഗർവാൾ സ്ഥലം സന്ദർശിച്ചത്. ക്രിസ്മസ് അവധിക്കാലത്ത് മരട് സന്ദർശിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാനാണ് നിർദ്ദേശം. 2019-ലെ തീരദേശ പരിപാലന പ്ലാൻ പ്രകാരം മരട് മുനിസിപ്പാലിറ്റി കാറ്റഗറി 2-ൽപ്പെടുന്ന മേഖലയാണെന്ന കത്ത് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിക്ക് കൈമാറിയിരുന്നു. അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം പൊളിച്ച ഫ്ളാറ്റുകൾ നിലനിന്ന സ്ഥലത്ത് നിർമ്മാണം അനുവദിക്കുന്നതിൽ സുപ്രീംകോടതി തീരുമാനമെടുക്കും. ഫ്ളാറ്റ് പൊളിച്ചത് സർക്കാരിന് പറ്റിയ പിഴവാണെന്നും ഇവിടെ പുതിയതായി ഫ്ളാറ്റ് പണിയണമെന്നും ഇതിന്റെ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും മരട് നഗരസഭാ ചെയർമാൻ പറഞ്ഞു. ഇപ്പോൾ സർക്കാർ കൊടുത്ത തെറ്റായ റിപ്പോർട്ട് കാരണം അന്ന് സർക്കാർ സുപ്രീംകോടതി നിയമിച്ച 3-അംഗ സമിതി കൃത്യമായ റിപ്പോർട്ട് കൊടുത്തിരുന്നെങ്കിൽ ഇന്ന് ഈ ഫ്ളാറ്റ് പൊളിക്കില്ലായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള അമിക്കസ് ക്യൂറിയും കൃത്യമായി മരട് നഗരസഭ പറയുന്നത് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാരണം നഗരസഭയ്ക്ക് ഉണ്ടായിട്ടുള്ള തകർച്ചയെന്ന് പറയുന്ന ആ ഫ്ളാറ്റ് പൊളി കഴിഞ്ഞിട്ട് ഇപ്പോഴും അതിൽ നിന്ന് കയറാൻ പറ്റിയിട്ടില്ല. പുതിയൊരു വ്യവസായം ഇതുപോലെ സംരംഭകർ നഗരസഭയിലോട്ട് വരുന്നില്ല. തീരദേശ പരിപാലന നിയമം ലംഘിച്ചതിന് 4 വൻകിട ഫ്ളാറ്റ് സമുച്ചയങ്ങളാണ് സുപ്രീംകോടതി ഉത്തരവിനെ തുടർന്ന് 2020 ജനുവരി 11-12 തീയതികളിൽ പൊളിച്ചടുക്കിയത്. ഹോളിഫേസ് H2O, ഗോൾഡൻ കായലോരം, ജെയിൻ കോറൽ കോവ്, ആൽഫ സെറിൻ എന്നീ ഫ്ളാറ്റുകളാണ് പൊളിച്ചത്. അമൃത ന്യൂസ്, കൊച്ചി.